നമസ്കാരം കൂട്ടുകാരെ, ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. സ്വാഗതം ചെയ്യാം. അപർണ ദാസ് ആണ്. നമസ്കാരം. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ. ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക്, കാരണം ഈ ഒരു ടിക്ടോക്ക് വഴി ഞാൻ ആദ്യം കണ്ട ഒരാളാണ്. ആ വീഡിയോസൊക്കെ കഴിയുന്നു. അതിനുശേഷം ഒരു സിനിമയിലൂടെ അതിനൊന്ന് ഡയറക്റ്റായിട്ടൊരു മൂവി, മലയാളം മൂവിയിൽ ഡെബ്യൂ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പോൾ ഒത്തിരി ഇൻസ്പിറേഷനുള്ള സ്റ്റോറീസൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം ചോദിച്ചറിയണം. സോ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്? ഞാനും ഷെഫിന്റെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഭയങ്കര ഹൈപ്പുള്ള ഫിഷ് നിർവാനമൊക്കെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ കാണാൻ പറ്റിയതിലും ഫുഡ് കഴിക്കാൻ പോകുന്നതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വർഷമൊക്കെ പോകുന്നത്? ഈ വർഷം ഇതുവരെ സോ ഫാർ സോ ഗുഡ്. അതെ അതെ അതെ. അപ്പോൾ ഇത് വന്നത് നമുക്കറിയാം, ഞാൻ പ്രകാശൻ, നമ്മുടെ ഒരു അടിപൊളി ഫഹദ് ഫാസിലിൻ്റെ ഒക്കെ ഒരു സിനിമ അതിനകത്തൂടെ വരുന്നു. പിന്നീട് തമിഴിൽ പോകുന്നു, വിജയ് സാറിൻ്റെ സിനിമയിൽ ബീസ്റ്റിൽ അഭിനയിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്, പറയൂ. അത് ഈ പറഞ്ഞ പോലെ കൊറോണ സമയത്ത് ഒരു പണിയില്ലാതെ എല്ലാരും വീട്ടിലിരിക്കുകയാണ്. അപ്പൊ എനിക്കൊന്നും ഷെഫിനൊക്കെ ആയിരിക്കും ജോലി ഉണ്ടായിരുന്നത്, ബാക്കിയുള്ളവരൊക്കെ വീട്ടിലായിരുന്നു. ആകപ്പാട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പോലും അറിയാതെ നെൽസൺ സാറിന്റെ കോ ഡയറക്ടർ എന്നെ വിളിച്ചിങ്ങനെ വിജയിന്റെ ഫിലിം ആണ് അടുത്തത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി വിജയ് എന്ന് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ, ഇത് ഏത് വിജയാണ്? ബിക്കോസ് തളപതി വിജയിന്റെ ഒക്കെ ഇവരിങ്ങനെ സിമ്പിൾ ആയിട്ട് വിളിക്കൂലല്ലോ. പക്ഷെ അത് വിജയ് സാറിന്റെ ആയിരുന്നു. അങ്ങനെ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഓഫറാണ്. അങ്ങനെ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് അദ്ദേഹത്തെ മീറ്റ് ചെയ്തതൊക്കെ? ഫസ്റ്റ് ടൈം ആക്ച്വലി ബീസ്റ്റിന്റെ പൂജയ്ക്കാണ് മീറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിൽ എല്ലാ ADSും എല്ലാവരും ഇങ്ങനെ ബാക്കിൽ നിൽപ്പുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്ന വിജയ് സാർ വരുന്നു, ഇങ്ങനെ കൈ കാണിക്കുന്നു, അവിടെ ഇരിക്കുന്നു എന്നൊക്കെയാണല്ലോ. അപ്പൊ പുള്ളി കയറി വന്ന് നേരെ ബാക്കിലേക്കാണ് പോയത്. അപ്പൊ ഞാനിങ്ങനെ ഈ നമ്മൾ കേട്ട എളിമയും വിനയവും ഒക്കെ നേരിട്ട് കാണുമ്പോ നേരെ പോയി ബാക്കിലുള്ള എല്ലാവർക്കും ഹായ് കൈയൊക്കെ കൊടുത്ത് പുള്ളി പതുക്കെ എൻ്റെ അടുത്തും വന്ന് ഹായ് മാ എന്നിട്ട് പിന്നെ പോയി ഫ്രണ്ടിരുന്നു. അങ്ങനെയാണ് ആദ്യം കണ്ടത്. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം ദൈവമേ സ്റ്റാർ സ്ട്രക്ക് ആയിരുന്നു. പിന്നെ ഇപ്പം പുള്ളി ഇനി അഭിനയം നിർത്തുന്നു, അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെ കരിയർ ബിഗിനിങ്ങിൽ തന്നെ പുള്ളിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് അത് അപൂർവമായിട്ടുള്ള ഭാഗ്യങ്ങളൊന്നായിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്കായിട്ട് ഒരു ചെമ്മീൻ്റെ ഒരു റൈസാണ്. ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ബിരിയാണി അറിയാലോ, മീറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് ഒരുപാട് ലോങ് ചെയ്യുമ്പോഴാണ് ഒരു ബിരിയാണി ആയിട്ട് മാറും. ഇതൊരു ഈസി ആയിട്ട് ആളുകൾക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമായത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് ആ റൈസിനുള്ള സംഭവങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ പഠിച്ചിട്ട് വീട്ടിൽ പോയി എനിക്ക് കുക്ക് ചെയ്യാറുണ്ടോ? അപർണ കുക്ക് ചെയ്യും? കുക്കിംഗ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെയാണ്. ഇഷ്ടമാണ് അതോ? അതായത് എന്നും ചെയ്യുമ്പോ നമുക്ക് ഇഷ്ടം പോവും, പക്ഷെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ ആയതുകൊണ്ട് കൊച്ചിയിലാണ്. പുതിയ പ്രൊജക്ട് ഏതൊക്കെയാണ്? പുതിയത് ഇപ്പം സീക്രട്ട് ഹോം എന്ന് പറഞ്ഞൊരു ഫിലിം, നമ്മുടെ സുദീവാത്മികം അല്ലെങ്കിൽ പ്രിയൻ ഓട്ടത്തിലാണ്. അതിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ അടുത്ത പടമാണ് സീക്രട്ട് ഹോം എന്ന് പറഞ്ഞിട്ട്. പിന്നെ SN സ്വാമി സാർ ഒരു ഫിലിം ഉണ്ട്. പിന്നെ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടീമാണ്. സണ്ണി വെയിനും സൈജു ചേട്ടനും ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഇപ്പം ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് അതെ 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 പാലക്കാടാണ് അല്ലേ? അതെ അതെ അതെ. എന്താണ് അപർണയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തൊക്കെ? എനിക്ക് എനിടെ ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണി ഫാൻ ആണ്. പിന്നെ എന്ത് ഹോം ഫുഡും. അതെ അതെ അതെ. ആദ്യം തന്നെ നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ മിസംബ്ല റെഡി ആയി കഴിഞ്ഞാൽ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ആദ്യം തന്നെ ഒരു പാനിനകത്ത് ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഒരല്പം ഏലക്ക, പെരിഞ്ചീരകം, ജാതിപത്രി, തക്കോലം, ബേ ലീഫ്, ഒരു സിനമൺ സ്റ്റിക്ക് ഇട്ടൊന്ന് ജസ്റ്റ് വെള്ളം തിളപ്പിക്കുകയാണ്. ലേശം കല്ലുപ്പൂടി ഇടുകയാണ് അതിനകത്ത്. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയാണ്. ബസ്മതി റൈസ് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കൈമ റൈസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈസ് വെച്ച് ചെയ്യാം. പിന്നീട് ഇതിൻ്റെ ഒരു മസാല, പ്രോൺ മറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തിട്ടൊരു മസാല ഉണ്ടാക്കി റൈസ് ഒരു പാനിൽ തന്നെ ദം ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, കുക്കിംഗ് ഇസ് ഭയങ്കര എന്താ പറയാ, ഒരു നമ്മളെ എത്ര വിചാരിച്ചാലും ചിലപ്പം എന്റെ വീട്ടിൽ അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ സെയിം റെസിപ്പി ഫോളോ ചെയ്താലും ആ ടേസ്റ്റ് കിട്ടൂല എന്ന് പറയും. അത് മൊത്തം ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇടയ്ക്ക് അമ്മമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? മോരുകറി, ചോറ്, അങ്ങനെയൊക്കെ. ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആണ്. തോവരമണിയുടെ ഉപ്പേരി ഉണ്ടാക്കും, അതെനിക്ക് ഭയങ്കര ഇഷ്ടം, ഫേവറേറ്റ് ആണ്. ഇനി ചെമ്മീൻ നമ്മൾ എടുക്കുക, ഏതെങ്കിലും ഒരു സൈസ്, ഒരു മീഡിയം സൈസ് ചെമ്മീനാണ് ഈ പ്രോൺ ഇങ്ങനെയൊക്കെയുള്ള റൈസിനൊക്കെ ടേസ്റ്റ് ആയിട്ട് കൊണ്ടിടുക, വലിയ ചെമ്മീനെക്കാട്ടിൽ. ഇതിനെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഇനി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ടിക്ടോക്ക്
ആ ഒരു ടൈമിൽ ഇന്ത്യയിലും എല്ലായിടത്തും കേരളത്തിൽ പ്രത്യേകിച്ച് ഭയങ്കര വൈറലായിരുന്നു. അതിലൂടെ ഒരു കണ്ടന്റ് വരുന്നു, ആ കണ്ടന്റ് കണ്ടിട്ട് ഒരു സിനിമയിലേക്ക് അവസരം വരികയാണ്. ആ എക്സ്പീരിയൻസും അന്നത്തെ ആ ടിക്ടോക്ക് അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഞാൻ ആക്ച്വലി മസ്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണ എല്ലാ വീട്ടിലെയും പോലെ പഠിച്ചു കഴിയുന്നു, ജോലിക്ക് കയറുന്നു, ആ ഒരു പ്രോസസ്സിലായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ ആരും പരിചയക്കാരും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിഷ്ടമുള്ള ഇത് അഭിനയമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടിക്ടോക്ക് അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന സംഭവം ഇതാണല്ലോ. അപ്പൊ അതിലിങ്ങനെ ചെയ്തിടാന്നല്ലാതെ ഇത് കണ്ട് എന്നെ ഒരു ഡയറക്ടർ വിളിക്കുമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ഇട്ടത്. പിന്നെ എൻ്റെ പേജിൽ കണ്ടിട്ടല്ല ഞാൻ ഇട്ടത്, വേറെ ഏതോ പേജ് റീപോസ്റ്റ് ചെയ്ത് കണ്ടിട്ടാണ്. അതെ 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 അതെ. ആ ഇട്ട പേജ് ഏതാന്ന് എനിക്കറിയില്ല, അവരോട് വേണം താങ്ക്സ് പറയാൻ. അതെ അതെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ പറയുന്ന പോലെ. ആദ്യം തന്നെ ഇതിന്റെ മസാല ഞാൻ പറഞ്ഞു. നമ്മൾ ബിരിയാണിക്കൊക്കെ ഒരുപാട് ഉള്ളിയൊക്കെ വയറ്റിയാണ് ചെയ്യുക. ഇത് സിമ്പിൾ മെത്തേഡ് വെച്ചാൽ തക്കാളി അരച്ച പേസ്റ്റാണ്. ഇത് ഫ്രൈഡ് ഓണിയൻ്റെ പേസ്റ്റാണ്. ഇപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അരച്ച് വെച്ചിട്ട് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പേസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് തക്കാളി, അതുപോലെ കുറച്ചുകൂടെ ഉള്ളി ഓൾറെഡി കുക്കാണ്. ഒരു സൈഡിൽ കുറച്ച് പച്ചമുളക്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സൈഡിൽ. ഫ്രൈഡ് ഓണിയൻ പേസ്റ്റ് കൂടെ ആഡ് ചെയ്തു. ഇത് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്കുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഇത്രയും കൂടെ ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. വെള്ളം തിളച്ചു. ഇനി എല്ലാം വേഗത്തിലാണ് പരിപാടി. ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ അരി കുതിർത്ത് വെച്ചു, അതിനകത്ത് ലേശം സ്പൈസസ് എല്ലാം ആഡ് ചെയ്തു, ഉപ്പിട്ടു, അരി ഇടുകയാണ്. നാരങ്ങ അതിൻ്റെ ഒരു റൈസിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിനകത്ത് ഇട്ടു. കുറച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തിടുകയാണ്. ജസ്റ്റ് അതൊന്ന് തിളച്ച് വരട്ടെ. ഈ ഷെഫ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യൂലേ, അതെന്തിനാ? അത് ജസ്റ്റ് അവരുടെ ഒരു സ്കില്ലാണ്. നിങ്ങളൊക്കെ അഭിനയിച്ച് കുറെ ഈസി ആയിട്ട് ഡയലോഗ് ഡെലിവറിയും അല്ലെ ക്യാമറയൊക്കെ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് ലൈറ്റ്സ് ആണ് എവിടെ നിന്നാണ് വരിക. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. ഇതിനധികം മസാലകൾ നമ്മൾ ഒരുപാട്, ഈ പ്രോണിന് ഓൾറെഡി ഒരു ഫ്ലേവർ ഉണ്ട്. ഒത്തിരി മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയും മാത്രം. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പിടുന്നു. ഇനി പ്രോൺസ് നമ്മൾ ഈ സൈഡിൽ തന്നെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഇതിനകത്ത്. ഓക്കെ, കുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഡിഷ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കുന്ന പോലെ ചോറ്, എന്തെങ്കിലും പുളിങ്കറി, മീൻ വറുത്തത്. പുളിങ്കറി നിങ്ങൾക്കറിയാം, പാലക്കാടാണ് ഈ പുളിങ്കറി എന്നുള്ള പേര്. അത് മത്തങ്ങ വെച്ചുണ്ടാക്കും, പലതരം പച്ചക്കറി ഇട്ടിട്ട്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദമായിട്ട് ഞാൻ ഒരിക്കൽ മത്തങ്ങയുടെ വലിയ പീസാണ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പുളിങ്കറിയൊക്കെ ആയിട്ട് ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കും അമ്പലത്തിൽ. അത് കഴിഞ്ഞ് പല വീടുകളിലും പോയിട്ട് പുളിങ്കറി എന്ന് പറഞ്ഞൊരു സംഭവം, പാലക്കാടിന്റെ മാത്രം ഒരു ഐഡന്റിറ്റിയാണ് ഈ പുളിങ്കറി ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങളുടെ വീട്ടിൽ എന്ത് തരം പുളിങ്കറി ഉണ്ടാക്കുക? കുമ്പളങ്ങ വെച്ചായിരിക്കും എന്റെ ഫേവറേറ്റ്. കുമ്പളങ്ങയാണ്. അപ്പൊ കുമ്പളങ്ങ വെച്ചായിരിക്കും ഉണ്ടാക്കുക. അത് ഭയങ്കര ടേസ്റ്റുമാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. വേറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കുമ്പളങ്ങ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, കുമ്പളങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാലക്കാടാണ്. കുമ്പളങ്ങ വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കും. അറിയാം, കുമ്പളങ്ങയും ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ ഈ ബീസ്റ്റിൽ അഭിനയിക്കാൻ പോയി. അപ്പൊ ഈ തമിഴ് ഭാഷ എങ്ങനെയായിരുന്നു? എത്രമാത്രം പ്രാവീണ്യം ഉണ്ട്? പാലക്കാടുകാരാണ്, അവർക്കിപ്പം കുറച്ച് തമിഴൊക്കെ ഓട്ടോമാറ്റിക്കലി അറിയാം, ഒരുവിധമൊക്കെ അറിയായിരുന്നു. പിന്നെ അവര് കളിയാക്കി പഠിച്ചു. അവിടെ ഉള്ള ടീം എല്ലാം ഭയങ്കര അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മൾ മലയാളം എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ അഗ്മാർക്ക് മലയാളി എന്ന് പറഞ്ഞ് കളിയാക്കി. പിന്നെ നമ്മൾ ആ ഒരു സെറ്റിന് നമ്മുടെ സർവൈവലിന് വേണ്ടി പഠിക്കുമല്ലോ, അങ്ങനെ ഫുൾ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തമിഴ് സംസാരിക്കും. ഡാഡ് ആക്ച്വലി ഭയങ്കര ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എന്നോട് വന്നപ്പോ ഞാനിങ്ങനെ അതിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ, വലിയൊരു ടീമോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. എല്ലാം ന്യൂ ആയിരുന്നു. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ അറിയോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി ചെയ്തതാണ്. പക്ഷെ ലക്കിലി അത് ഭയങ്കര ഒരു വലിയ ഹിറ്റായിരുന്നു. 2023 തമിഴ് ഹിറ്റ് സിനിമകളിൽ അവർ ഇപ്പോഴും ഡാഡ എന്നുള്ളൊരു പേര് പറയുന്നുണ്ട്. അപ്പൊ അതെന്തോ ലക്കിലി ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ഹിറ്റ്. ഈ സമയത്ത് കണ്ടോ, ചെമ്മീൻ ഓൾറെഡി ഒരു സൈഡിൽ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രോൺ ഓൾറെഡി ഗ്രിൽഡ് ആയിട്ടുണ്ട്. ഗ്രില്ല് ചെയ്ത മാക്ക് വന്നു. ഇനി ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് പുതിനയിലേക്ക് ഇഷ്ടമുള്ളൊരു ബിരിയാണിക്ക് ആ ഒരു ഫ്ലേവർ ഭയങ്കര താല്പര്യമാണ്. കുറച്ച് പുതിനയില ഇടാം, മല്ലിയില.
നമ്മുടെ റൈസ് ഏകദേശം വേവുന്ന ഒരു പരുവത്തിൽ ഇതിനകത്തിട്ട് ദം അടിച്ചാൽ ബിരിയാണി റെഡിയാവും. സെറ്റ്. ഒരല്പം ലൈം ജ്യൂസ്. ഷെഫിന് കൂടുതൽ ഇഷ്ടം ഫിഷ് ഐറ്റംസ് ആണെന്ന് അതെ, തോന്നുന്നു. ഫിഷ് ഐറ്റം ഉണ്ടാക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് വേഗത്തിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ബിരിയാണി മസാല റെഡി ആയി കഴിഞ്ഞു. ഇതുണ്ട്. ഇതിനകത്തിനിപ്പോൾ ഏതെങ്കിലും റൈസ് നിങ്ങൾ ബോയിൽ ചെയ്ത് അല്ല കൈമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ്മതി ആയിക്കോട്ടെ റൈസ് ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഓൾറെഡി പ്രോൺ എന്നൊക്കെ പറയുന്ന വേഗത്തിൽ കുക്കാവുന്ന കാരണം ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. മസാല റെഡിയായി. അതുകൊണ്ടാണ് റൈസിനെ സ്റ്റീം ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ആവി കയറ്റി കഴിഞ്ഞാൽ ആ ഒരു ബിരിയാണിയുടെ കണക്കുള്ളൊരു ഫ്ലേവർ. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, കാരണം ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും മീറ്റ്, ഇപ്പോൾ ബീഫ്, ചിക്കൻ അല്ലെങ്കിൽ ലാമ്പ് ഇതൊക്കെ കുറേ നേരം സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് പ്രോൺസ് ബിരിയാണി എന്ന് പറയുന്ന ഐറ്റം ഇത് തന്നെ ആയിരിക്കും. ഇതേ രീതിയിൽ ഇതിന്റെ ഒരു ഷോർട്ട് വേർഷനാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോണെങ്കിൽ മസാലയൊക്കെ ഇട്ടിട്ട് പ്രോൺസിനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഷെഫിന്റെ അറിവിൽ ഏകദേശം എത്ര തരം ബിരിയാണി വെറൈറ്റി? ഒരു 20-ൽ പരം ബിരിയാണികൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഞാൻ പോയി നേരിട്ട് കഴിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ ബിരിയാണി ഓരോ കമ്മ്യൂണിറ്റിയിലും ഈ റൈസും മീറ്റും കൂടെ കുക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ട്. ഇത് പേർഷ്യയിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഇപ്പോഴേ കാണുന്ന ബിരിയാണി. അപ്പോൾ ഈ റൈസും മീറ്റും കൂടെ കുക്ക് ചെയ്യുന്ന ടുഗദറായിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാം ഒരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ അത് ഓരോ സ്ഥലത്തെ അവരുടെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ട് ഇത് മാറുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രത്തും അല്ലെങ്കിൽ ആ സൗത്തിൽ വേറെ തരം ഫ്ലേവർ. അത് കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, തലശ്ശേരി പോയി കഴിഞ്ഞാൽ വേറെയാണ്, പാലക്കാട് വന്ന റാവുത്തർ ബിരിയാണിയായിട്ട് മാറുന്നു. പിന്നീട് അങ്ങോട്ട് റാവുത്തർ ബിരിയാണി പറയുന്ന ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ്. അതെ, തമിഴ് സ്റ്റൈൽ. അത് കുക്ക് ചെയ്ത് മീറ്റ് എല്ലാം കൂടെ കുക്ക് ചെയ്ത് കുറച്ചുകൂടെ കുഴഞ്ഞിരിക്കും, കുറച്ചുകൂടെ സ്പൈസി ആയിരിക്കും. പിന്നെ ആമ്പൂർ ബിരിയാണി, സ്റ്റാർ ബിരിയാണി, അങ്ങനെ ചെട്ടിനാട് ബിരിയാണി, ഡിണ്ടിഗൽ ബിരിയാണി. തമിഴ്നാട്ടിൽ തന്നെ ഓരോ റീജിയനിലും ചെട്ടിനാട് ബിരിയാണി. അപ്പോൾ അതെല്ലാ സ്റ്റൈലിലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വരുന്നത്. പിന്നെ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിൽ നിന്ന് തന്നെ അവിടെയാണ് ഒരു ക്ലാസിക് ബിരിയാണി നമ്മളൊക്കെ പറയാം, ഹൈദരാബാദ് ബിരിയാണി. പിന്നീട് ബോംബെയിൽ ബോംബെ ബോറി ബിരിയാണി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ബിരിയാണി, അത് ഭയങ്കര ഫേമസ് ആണ്. കൽക്കട്ടയിലെ ബിരിയാണി, കൽക്കട്ടയിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിരിയാണി. പിന്നെ അവധി, മുഗൾ, ലക്നൌവി, അതൊക്കെ ഒരു ക്ലാസിക് സ്റ്റൈലിൽ പെടുത്താവുന്ന ഫ്ലേവേഴ്സ്, ഇൻഗ്രീഡിയൻസ് എല്ലാം റൈസും മീറ്റുമാണ്. പക്ഷേ ഇതിനൊക്കെ വ്യത്യസ്തമായ ഫ്ലേവേഴ്സ്. ഒരേ രീതിയിലാണ് റൈസ് കുക്ക് ചെയ്യുന്നു, മീറ്റ് കുക്ക് ചെയ്യുന്നു. മട്ടൺ ആയിരിക്കാം മെയിൻ ആയിട്ടുള്ള ബിരിയാണിയിലൊക്കെ വരിക, പക്ഷേ ഇതിൻ്റെ എല്ലാം വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഇത് അങ്ങനെ നമ്മുടെ റൈസ് ഏകദേശം റെഡിയായി, പ്രോണിൻ്റെ മസാലയായി. അപ്പോൾ ഫൈനൽ സ്റ്റേജ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഒരല്പം തൈര് ഇതിൻ്റെ ഒരു ബിരിയാണിയുടെ ഒരു ആവശ്യമാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാൻ. നമ്മൾ ലേശം നാരങ്ങാനീരൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സോസായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മുടെ സത്യൻ അന്തിക്കാട് സാറുമായിട്ട്, അദ്ദേഹം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം ആ ഒരു സമയം മുതലേ മലയാള സിനിമയിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു അനുഭവം, ഫസ്റ്റ് മൂവി ഡയറക്റ്റ് ചെയ്ത്, അതുപോലെ വിനീത് ശ്രീനിവാസൻ, അവരോടൊക്കെയുള്ള ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? സത്യൻ സാറ് ഒരു ഫാദർലി പേഴ്സൺ ആണ്. ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങനെ എപ്പോഴും സത്യൻ സാറിനെ ആലോചിക്കുമ്പോൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പം സാറിന്റെ പടത്തില് കുറച്ച് ദിവസമേ ഉള്ളൂ എനിക്ക് ഷൂട്ട്, പക്ഷെ ഒരാഴ്ച മുമ്പ് എന്നോട് സെറ്റിൽ വരാൻ പറഞ്ഞു. ബിക്കോസ് അത് ഫസ്റ്റ് ഫിലിം ആയിരുന്നല്ലോ. എന്നിട്ട് സാർ ഇങ്ങനെ അടുത്തിരുത്തി ഇങ്ങനെ ഇത് മോണിറ്റർ, ഇങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെ അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് കംഫർട്ടബിൾ ആയതിനു ശേഷമാണ് ഇനി നമുക്ക് അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ പടത്തിൽ കുറച്ച് ഫ്യൂ ഷോർട്സിൽ ഞാനുള്ളൂ, എങ്കിൽ കൂടി എനിക്ക് തന്ന കൺസിഡറേഷൻ എങ്ങനെ ഞാൻ ആ പടത്തിലെ നായികയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തത്. പക്ഷെ ലക്കിലി വിനീതേട്ടന്റെ പടവും അതുപോലെ വിനീതേട്ടനും ഭയങ്കര ഹോംലി, ഭയങ്കര ഒരു നമുക്കൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. സോ വിനീതേട്ടന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും അതുപോലെയായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആക്ച്വലി വിനീതേട്ടന്റെ ഫിലിമിൽ എന്നെ ആദ്യം വിളിക്കുന്നത് വെറും ഒരു 2 സീനിലാണ്, നായികയായിട്ടല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറൊരു സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് പറഞ്ഞു അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, അവര് പറഞ്ഞു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് സെയിം ടൈം ആണ് റിലീസും സെയിം ടൈം, അങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷൻ. പക്ഷെ ഞാൻ ആ റോള് വിട്ടിട്ടാണ് ശരി എന്നാൽ 2 സീൻ എനിക്ക് വിനീത് ശ്രീനിവാസനെ ഒന്ന് പരിചയപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ കമ്മിറ്റ് ചെയ്തത്. പിന്നെയാണ് അവിടുന്ന് അങ്ങോട്ട് നായികയാവാൻ വിളിച്ചതും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ മസാല ഉണ്ടാക്കി, അതിനുശേഷം റൈസ് ലേശം വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് ഇതിനകത്തിടുകയാണ്. പിന്നീട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ച് മല്ലിയില, അതുപോലെ പുതിനയില, അണ്ടിപ്പരിപ്പ്, കുറച്ച് ഉണക്കമുന്തിരി വറുത്തത്, ഫ്രൈഡ് ഓണിയൻസ് ഇട്ടു, ലേശം നെയ്യ് ഒഴിച്ചു, അടച്ചിങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ദം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് ഉണ്ടല്ലോ. ഒരു 15 മിനിറ്റ്സ് കുക്കിംഗ് ടൈമുള്ള ബിരിയാണിയാണ്. ഇത് നമ്മുടെ റൈസ് എടുക്കാൻ പോവാണ്. സെറ്റ് ആയിട്ടുണ്ട്.
ദേ ചെമ്മീൻ റൈസ് റെഡിയാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ ചെമ്മീൻ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ടൊന്ന് മറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ബസ്മതി റൈസ്, ആവശ്യത്തിനുള്ള റൈസ് കുതിർത്ത് മാറ്റി വെച്ചിട്ട് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കുറച്ച് ഏലക്ക, പെരുംജീരകം, തക്കോലം, സിനമൺ സ്റ്റിക്ക്, ജാതിപത്രി ഇട്ട് വെള്ളം ഒഴിച്ച് കല്ലുപ്പിട്ടിട്ട് അരി വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ്. ഇവിടെ ഒരു പാനിനകത്ത് ഫ്രൈഡ് ഓണിയൻ്റെ പേസ്റ്റ്, അതുപോലെ ടൊമാറ്റോയുടെ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പച്ചമുളക് ചതച്ചത് ഒരു നെയ്ക്കകത്തിട്ട് വഴറ്റുന്നു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാല ഇട്ടു. അതിൻ്റെ സൈഡിൽ അത് നന്നായിട്ട് വഴറ്റിയതിന് മാറ്റിയതിന് ശേഷം ഈ മാറിനേറ്റ് ചെയ്ത പ്രോൺ ഗ്രില്ല് ചെയ്തിട്ട് ഇതിലേക്ക് ഈ മസാലയിൽ മിക്സ് ചെയ്യാണ്. എന്നിട്ട് വറ്റിച്ച റൈസ് ഇട്ടിട്ട് മല്ലിയിലയും പുതിനയിലയും ഫ്രൈഡ് ഓണിയനും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിട്ട് ഗാർണിഷ് ചെയ്ത ഒരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റൈസാണ് ചെമ്മീൻ റൈസ്. താങ്ക് യു സോ മച്ച്. പക്ഷെ ഇത് ഭയങ്കര തമാശ പറയല്ല, എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് വരുമ്പോ ഞാൻ തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഇത് കണ്ട് കുക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ സിമ്പിളായിട്ട് സമയം കുറവുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അത് അല്ലാതെ ഇതിൻ്റെ ഒരു ഒതൻറ്റിക് വേയിൽ പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുത്ത് സ്ലോ ആയിട്ടൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓണിയനൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പേസ്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കാം. അപ്പം ഈ ഒരു ഷോയ്ക്കകത്ത് നമുക്ക് ഒരു ഗസ്റ്റ് കൂടെ വരും, അവിടുന്ന് ഒരു ഫുഡ് കൂടെ വരും, അതുകൂടെ ടേസ്റ്റ് ചെയ്യേണ്ട ഒരാളാണ്. ഇന്ന് കോഴിക്കോട് മുക്കത്തുള്ള റിൻസി ജോൺസൺ ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. റിൻസി, വെൽക്കം. എൻ്റെ പേര് റിൻസി ജോൺസൺ. ഞാൻ കോഴിക്കോട് മുക്കം സ്വദേശിയാണ്. എനിക്ക് എന്താ പറയുക, ചെറുപ്പകാലം മുതൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് നല്ലൊരു പാചകക്കാരി, അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അതേമായിട്ട് സംസാരിക്കണം. ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു വ്ളോഗർ കൂടെയാണ്. ഒരു 15 വയസ്സ് മുതലേ ഞാനിങ്ങനെ വനിതയിൽ നോക്കി മിസ്സിസ് കെ എം മാത്യുവിൻ്റെ പാചകങ്ങളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ ഒരു പാചകത്തോടുള്ള ഒരു താല്പര്യം കൊണ്ട് അപ്പോൾ ഷെഫ് പിള്ളനെ കാണണം, അതുമായിട്ട് സംസാരിക്കണം, ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ ഫ്ലവേഴ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ കിടിലൻ ഐറ്റവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. എല്ലാം ഹെൽത്തിയാണ്. ഹെൽത്തി. ഓ, കാണുമ്പോ തന്നെ അറിയാം പോത്ത് വരട്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് ഇത്? ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഷെഫ് നൗഷാദിക്ക. എനിക്ക് ഷെഫ് നൗഷാദിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിന്റെ ഒരു പ്രിയപ്പെട്ട ഷെഫായിരുന്നു. അദ്ദേഹം ഇപ്പൊ നമ്മളോടില്ല. അദ്ദേഹം ഫസ്റ്റ് പ്രൈസ് കൊടുത്തൊരു ഡിഷുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അത് ഷെഫ് പിള്ളനെ കാണാൻ വരുമ്പോ ഇത് തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. താങ്ക് യു. അപ്പം എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി? എന്താ ഈ പറഞ്ഞത്? ഇതിന് 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വെറും 3 ഇൻഗ്രീഡിയൻസ്. ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് വരട്ടി എടുക്കുന്നതാണ്. തേങ്ങാക്കൊത്ത് മേലെ കാണാം, പോത്ത് കാണാം, വേറെ കുറച്ച് ക്രഷ് ചില്ലി കാണാം. അപ്പൊ ഓൾറെഡി ഈ 3 ഇൻഗ്രീഡിയൻസ് ആയി ഇതിനകത്ത്. വേറെ എന്താണ് ഇതിനകത്തുള്ളത്? എന്തൊക്കെയാണ് പറയുന്നത്? ചെറിയുള്ളിയും വറ്റൽമുളകും, വെളിച്ചെണ്ണ, തേങ്ങാക്കൊത്ത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ട്, ചീര കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ചീര കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചീര വെച്ചിട്ടുള്ള ജ്യൂസ്, അതിനെ കുറിച്ചും പറയാനുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരുടെ ടേസ്റ്റ് ചെയ്യാൻ പോകണം. സ്മോക്കി ഫ്ലേവർ. ഇത് വിറകടുപ്പിലാണ്. ആ പുകമണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അടിപൊളി. ശരിക്കും അതിനകത്ത് ചെറിയുള്ളിയും വത്തൽമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയാണ് അല്ലേ? അതെ, കറിവേപ്പിലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരട്ടുകയാണോ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഇല്ല, നമ്മൾ ആദ്യമേ ഒന്ന് വേവിച്ചു. ഇറച്ചി വേവിച്ചു. അതിനകത്ത് എന്തിടും? അതിനകത്ത് ഒരു സവോള ഇടും, കുറച്ച് കറിവേപ്പില. 1 കിലോ ബീഫിനാണെങ്കിൽ 1 സവോളയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കും. അതിനുശേഷം നമ്മുടെ ഉരുളി എടുത്ത് അടുപ്പേ വെക്കുന്നു. അതിനകത്ത് നമ്മുടെ 1 കിലോ ബീഫിനാണെങ്കിൽ 200 ഗ്രാം ചെറിയുള്ളി, അത് പിന്നെ വറ്റൽമുളക് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച്, നമ്മുടെ വീട്ടിലുള്ള എരിവിനനുസരിച്ച്. അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു, തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നു, അതിനകത്തോട്ട് നമ്മൾ ചെറിയുള്ളി വഴറ്റുന്നു, വറ്റൽമുളക് ഇടുന്നു. വറ്റൽമുളക് പൊടിയാണോ അതോ ക്രഷ് ചെയ്ത്? അതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കേണ്ടി വരും. കുറച്ച് കറിവേപ്പില ഇടുന്നു, ഈ വേവിച്ച സാധനം അതിനകത്തോട്ട്, അതിനകത്ത് കിടന്നങ്ങോട്ട് അത് മെല്ലെ സ്ലോ കുക്ക് ചെയ്തെടുക്കുകയാണ്.
പാചകം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഓ. സ്കൂളുകളിലും കോളേജുകളിലും പോവാറുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ. നമ്മുടെ പഴയകാലം തിരിച്ചു കൊണ്ടുവരണം. പഴയകാല രുചികള് നമ്മുടെ കുഞ്ഞുമക്കള് അതിലേക്ക് ഇറങ്ങി വരണം. പിന്നെ പാചകത്തിലേക്ക് അവരിറങ്ങി വരണം. ഈ ഒരു ഡിഷ് ഇത് എത്ര ദിവസം കേടുകൂടാണ്ടിരിക്കും? ഇത് ഓപ്പൺ എയറിൽ വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച വരെ ഇരിക്കും. 3 ആഴ്ച ഇരിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു 25 കിലോ വീതം ഉണ്ടാക്കി നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് ഇത് വിറ്റുകൂടാ? ഞാൻ എന്റെ എല്ലാം ഞങ്ങളുടെ നാട്ടുകാർക്ക് കഴിച്ചിട്ടുണ്ട്. അല്ല, കഴിച്ചാൽ ആളുകൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റണ്ടേ? എനിക്ക് ആഗ്രഹം. പ്രൊഡക്റ്റ് ആയിട്ട് ഇതൊരു ബ്രാൻഡ് ആക്കി റിൻസിയുടെ ഈ ഒരു ബീഫ് ഫ്രൈ ഇതൊരു ബ്രാൻഡ് ആക്കുക. ഇതുപോലുള്ള 1-2 നാടൻ പ്രൊഡക്റ്റ് ഒക്കെ ആക്കി ഇതൊരു ബിസിനസ് ആയിട്ട് ഒരുപാട് ഡിഷുകൾ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഷെഫ്. പക്ഷെ അത് ബിസിനസ് ആക്കിയിട്ടില്ലല്ലോ. ബിസിനസ് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടാക്കിയില്ല? ആക്കണം. ഞാനിപ്പോ ആ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും എന്റെ ശ്രദ്ധ കൊടുത്തത് കൊണ്ട് അതിലേക്കാണ് ഇപ്പൊ എന്റെ കൂടുതൽ ശ്രദ്ധ. ഇനിയിപ്പോ ഇവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജ് ഒക്കെ ഉണ്ട്. അതിനകത്ത് കമന്റ് ഒക്കെ ഇട്ട് ഇടുക. ഇത് നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുണ്ട്, കാരണം ഇത് നല്ല രുചിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. അപ്പൊ നിങ്ങൾക്കൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുമല്ലോ. ഓ, ഇനി ചീര ജ്യൂസ് കുടിച്ചില്ല. അതിനകത്ത് ലൈമുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് നല്ലതാണ്. ചീരയുടെ നിറം എങ്ങനെ ഇതേപോലെ നിലനിർത്താൻ പറ്റും? ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചീര അരിഞ്ഞിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേവിച്ചു ബ്ലാൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് പേസ്റ്റ് ചെയ്യണ്ട, ആ സിറപ്പ് എടുത്താൽ മതി. ആ വെള്ളം എടുത്താൽ മതി. അല്ലാതെ അരക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട. അരയ്ക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളൊന്ന് മിക്സിയുടെ ജ്യൂസറിൽ ഒന്ന് അടിക്കുക. അതിനകത്ത് നമ്മൾ ഹണി ആണെങ്കിൽ ഹണി ചേർക്കുക, പിന്നെ ഹണി ഇല്ലെങ്കിൽ നമ്മളുടെ ഷുഗർ തന്നെ ചേർത്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്ത് നിങ്ങൾ സോഡയോ അങ്ങനെ ഒന്നും ഒഴിച്ച് കുട്ടികൾക്ക് കൊടുക്കരുത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചീര ഉണ്ട്, അല്ലെ ചീര വാങ്ങിക്കാനൊക്കെ കിട്ടുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ താങ്ക് യു റിൻസി, താങ്ക് യു സോ മച്ച്. അതുപോലെ അപർണ, ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങളും പുതിയ സിനിമകളൊക്കെ എത്രയും വേഗം തേടി വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ കന്നഡയും തെലുങ്കൂടെ എത്രയും പെട്ടെന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം, കാരണം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലെ കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.